أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا عملا متقبلا آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മൾ ആ സൂറത്തുൽ ഖൗഫിലാണ് തഫ്സീർ പറയുന്നത്. സൂറത്തുൽ ഖാഫിൽ 70 ആയത്ത് മുതലാണ് നമ്മൾ തഫ്സീർ വായിക്കേണ്ടത്. ഓക്കെ, ഇവിടെ പിന്നെ ഹില്ലർ അലൈഹി ഇസ്ലാം അല്ലെങ്കിൽ ഹില്ലർ എന്നിവരുടെ കൂടെ മൂസ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അറിവുകൾ മുഴുവനും എനിക്ക് മാത്രമേ ഈ ലോകത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചെന്നതിൽ അറിവുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിന്റെ ചിന്തയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾക്ക് മറ്റു പലർക്കും പല അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹില്ലർ എന്നവരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ഹില്ലർ എന്നിവരും കൂടി യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, പക്ഷെ യാത്രയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാല് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ വേർപിരിയും എന്ന് കരാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 70 ആയത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. അദ്ദേഹം പറഞ്ഞു, എന്നാൽ താങ്കൾ എന്നെ അനുഗമിക്കുന്ന പക്ഷം യാതൊരു കാര്യത്തെ പറ്റിയും താങ്കൾ എന്നോട് ചോദിക്കരുത്, അതിനെ പറ്റിയുള്ള വിവരം ഞാൻ തന്നെ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് വരെ. അപ്പൊ നമ്മളും അതുപോലെ തന്നെയാണ് ഈ കഥ ഇങ്ങനെ കാണുകയാണ്. അതിനുശേഷം ഇതിന്റെ കഥയുടെ അർത്ഥം എന്താന്ന് ഇതിന്റെ വഴിയെ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, തുടർന്ന് അവർ രണ്ടുപേരും കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹം അത് ഓട്ടയാക്കി കളഞ്ഞു, കപ്പലിനെ ഓട്ടയാക്കി കളഞ്ഞു. മൂസ പറഞ്ഞു, അതിലുള്ളവരെ മുക്കിക്കളയുവാൻ വേണ്ടി താങ്കൾ അത് ഓട്ടയാക്കിയിരിക്കുന്നു. തീർച്ചയായും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. അപ്പൊ തന്നെ മൂസ അലൈഹി ഇസ്ലാം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. മൂസ അലൈഹി ഇസ്ലാമിന് കുറച്ച് ടെമ്പർ കൂടിയ ഒരു നബിയായിരുന്നു മൂസ അലൈഹി ഇസ്ലാം. കാരണം മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിയാലോ, ചെറുപ്പത്തില് അദ്ദേഹം പിന്നെ ഒരാളെ അടിച്ചപ്പോ അയാൾ ആ സമയത്ത് തന്നെ മരണപ്പെടുകയും അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തൊരു കഥയുണ്ട്. ഓക്കെ, അപ്പം അത്രയും ടെമ്പർ കൂടിയ ഒരാളുമായിരുന്നു, അത്രയും ശാരീരികമായിട്ട് ശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, മൂസ അലൈഹി ഇസ്ലാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിന്മ കാണുമ്പം അതിനെ തടയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരുന്നൊരു വികാരമാണ്. അപ്പം ആ ഒരു പിന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാരായ ആളുകൾ ഉണ്ടായിരിക്കെ ആ കപ്പലിനെ ഓട്ടയാക്കി കളഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പല് നശിച്ചു പോകും അല്ലെ, കപ്പല് മുങ്ങിപ്പോവും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, അതിനെ എന്തിനാണ് ആളുകളെ മുക്കിക്കളയാൻ വേണ്ടിയിട്ട് താങ്കൾ ഇതിനെ ഓട്ടയാക്കി കളഞ്ഞത്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു തിന്മ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് മൂസ അലൈഹി ഇസ്ലാമിന് ക്ഷമ കുറച്ച് കുറവായിരുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ്. കാരണം ഇത് താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് കടന്നു വരാന് പറ്റില്ല എന്ന് താങ്കൾക്ക് അറിയില്ലേ എന്ന് താങ്കൾ, അതുകൊണ്ട് തന്നെ ഞാന് താങ്കളെ ഞാൻ പറഞ്ഞ വാക്ക് താങ്കളെ തെറ്റിക്കുകയാണല്ലോ എന്ന് പറയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറന്നുപോയതിനെ താങ്കൾ എന്റെ പേരിൽ നടപടിയെടുക്കരുത്, എന്റെ കാര്യത്തിൽ വിഷമകരമായ യാതൊന്നിലും താങ്കൾ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത്. അതായത് ഞാൻ മറന്നുപോയതാണിത്, അതുകൊണ്ട് എന്റെ പേരിൽ ഇനി നടപടി എടുക്കല്ലേ, അത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാന് പിന്നെ എന്റെ എന്റെ കാര്യത്തിൽ വിഷമകരമായ യാതൊന്നിനും താങ്കൾ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുതെന്ന്. അതായത് ഇങ്ങനെ തിന്മകൾ ചെയ്യാനും നിന്നെ നിർബന്ധിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. അനന്തരം അവർ ഇരുവരും പോയി. അങ്ങനെ ഒരു ബാലനെ അവർ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം അവനെ കൊന്നുകളഞ്ഞു. ഒരു കുഞ്ഞിനെ കണ്ടപ്പോ ആ കുഞ്ഞിനെ ഹില്ലർ എന്നിവര് കൊല്ലുകയാണ്. ഓക്കെ, അപ്പം ആ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊന്നു. അതായത് ദീനിന്റെ പിന്നെ നിയമങ്ങളിൽ പെട്ട നമ്മൾക്കിപ്പോ തന്ന നിയമങ്ങളില്ലേ, ഈ നിയമങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞു പോയ തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് ആ നബിമാർക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അതുകൊണ്ട് തന്നെ മൂസ അലൈഹി ഇസ്ലാമിന് അറിയാം എന്ത്, ഒരാളെ കൊല്ലാൻ പാടില്ല, നിർദോഷിയായി, അതായത് ഒരു തിന്മയും ചെയ്യാത്ത ഒരാളെയും കൊല്ലാൻ പാടില്ല. അയാള് അതിന് പകരമായിട്ട്, അതായത് ഒരാൾ കൊന്നതിന് പകരമായിട്ട് മാത്രമേ ഒരാളെ കൊല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾ എന്തിനാണ് ഒരാളെ കൊന്നത് എന്ന് ചോദിക്കുകയാണ്.
തീർച്ചയായും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. താങ്കൾ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് മൂസ അലൈഹി ഇസ്ലാം അവിടെ വെച്ച് പറയുകയാണ്. കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന് പിന്നെ ഫിറഔന്റെ അടുത്ത് ചെന്നിട്ട് ഫിറഔനെ ചോദ്യം ചെയ്യാനുള്ള ആ ധൈര്യം വന്നത്. അപ്പൊ ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് തിന്മ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഫിത്രത്താണ്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ല. അപ്പം ഹില്ലർ എന്നിവർ ചോദിക്കുകയാണ്, ഞാൻ താങ്കളോട് മുമ്പ് തന്നെ പറഞ്ഞില്ല എന്റെ കൂടെ വരണ്ട, കാരണം താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ താങ്കളോട്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇതിനുശേഷം വല്ലതിനെ പറ്റി ഞാൻ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്നെ സഹവാസിയാക്കേണ്ടതില്ല, എന്നിൽ നിന്ന് താങ്കൾക്ക് ന്യായമായ കാരണം കിട്ടിക്കഴിഞ്ഞു. ഇനിയും എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു തിന്മ അതായത് ഞാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ വിട്ടേക്കണം, കാരണം ഞാൻ പിന്നീട് നിങ്ങളുടെ കൂടെ കഴിയാൻ ഉത്തമനല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മൂസ അലൈഹി ഇസ്ലാം സമ്മതിക്കുന്നുണ്ട്, ഞാൻ ചെയ്യൂല എന്ന്. പക്ഷെ എന്നാലും തിന്മകൾ കാണുമ്പോൾ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഫിത്രത്ത് കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം അതിനെ ചോദ്യം ചെയ്തു പോവുകയാണ്. അതുപോലെയാണ് മനുഷ്യന്റെ സ്വഭാവത്തിൽ ഫിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരുപാട് സ്വഭാവവിശേഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ചിലപ്പോൾ അതിലേക്ക് അറിയാതെ വീണു പോകും, അതിലേക്ക് ചാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവരുടെ ഫിത്രത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് വെച്ചത്. എന്നാൽ അവർക്ക് നമ്മൾ ഈ പിന്നെ വാണിംഗ് കൊടുക്കുക, അതിലൂടെ അവരെന്ത് ചെയ്യും, അവര് പാപമോചനം തേടുകയും അള്ളാഹുവിലേക്ക് അഭയം തേടുകയും ചെയ്തുകൊള്ളും. അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനന്തരം അവർ ഇരുവരും പോയി. അങ്ങനെ ഇവർ ഇരുവരും രാജ്യക്കാരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ രാജ്യക്കാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇവരെ സൽക്കരിക്കുവാൻ അവർ വൈമനസ്യം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൊളിഞ്ഞു വീഴാൻ ഒരുങ്ങുന്ന ഒരു മതിൽ അവർ അവിടെ കണ്ടെത്തി. ഉടനെ അദ്ദേഹം അത് നേരെയാക്കി മൂസ പറഞ്ഞു, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു. അതായത് പിന്നെ രാജ്യക്കാരുടെ അടുത്തിൽ ചെന്നപ്പോൾ ആ രാജ്യക്കാര് ഭക്ഷണം ചോദിച്ചു. പക്ഷെ ആ ഭക്ഷണം കൊടുക്കാതെ പിന്നെ അത് കൊടുക്കാതിരുന്നപ്പോൾ അവരെന്ത് ചെയ്ത്, അവര് ഒരു മതിൽ അവിടെ കണ്ടെത്തുകയും ആ അതായത് മതില് പൊളിഞ്ഞു വീഴാൻ ഒരുങ്ങിയിരുന്നു. പക്ഷെ അതിനെ എന്താ ചെയ്തത്, ഹില്ലർ എന്നിവർ അതിനെ നേരെയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ശരിക്കും ആ രാജ്യക്കാരെ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അവരിൽ നിന്ന് വിട്ടുമാറണം അല്ലെ, അവർക്ക് പിന്നെ നന്മ ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ സ്വന്തമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. എന്തിനാണ് അവർക്ക് ആ രാജ്യത്തെ നന്നാക്കി കൊടുക്കേണ്ട കാര്യം എന്താ, അതിന്റെ മതില് നന്നാക്കി കൊടുക്കേണ്ട കാര്യം എന്താ? അവര് തിന്മയിലുള്ളവരല്ലേ, നമുക്കൊരു വെള്ളം കൂടി തന്നില്ലല്ലോ, അവർക്ക് എന്തിനാ നന്മ ചെയ്തു കൊടുക്കണേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഹിതള എന്നവർ എന്താ ചെയ്തത്, അതിനെ നന്നാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറയും, താങ്കൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിന്റെ പേരിൽ താങ്കൾക്ക് വല്ല പ്രതിഫലവും വാങ്ങാമായിരുന്നു. അതായത് അത് നന്നാക്കി കൊടുത്തതിന്റെ പേരിൽ പ്രതിഫലം വാങ്ങിച്ചിട്ട് വന്നുണ്ടായിരുന്നു, എന്തിനാ അവർക്ക് വെറുതെ ഫ്രീ ആയിട്ട് എന്തിനാ ചെയ്തു കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹില്ലർ എന്നിവര് പറഞ്ഞു, ഇത് ഞാനും താങ്കളും തമ്മിലുള്ള വേർപാടാക്കും. ഇത്രയും നേരം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്ത താങ്കളെ ഞാൻ ഇനി ഒപ്പം കൂട്ടാൻ പോകുന്നില്ല. ഏതൊരു കാര്യത്തിന്റെ പേരിൽ താങ്കൾക്ക് ക്ഷമിക്കുവാൻ കഴിയാതിരുന്നുവോ അതിന്റെ പൊരുൾ ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാം. അതായത് ഇതുവരെ ഞാൻ ചെയ്ത ഈ മൂന്ന് കാര്യവും താങ്കൾ ചോദ്യം ചെയ്തു. ഇതിന്റെ പൊരുളായിട്ട്, അതായത് ഇതിന് പിന്നിലുള്ള ഹിക്മത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത് ചെയ്തത് എന്ന്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാമെന്നാണ്. എന്നാൽ ആ കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും ദരിദ്രന്മാരുടേതായിരുന്നു. അതിനാൽ ഞാനത് കേടുവരുത്തണമെന്ന് ഉദ്ദേശിച്ചു. കാരണം അവരുടെ പുറകെ എല്ലാ നല്ല കപ്പലുകളും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതായത് ഒരു പാവപ്പെട്ട ആളുകളുടെ കപ്പലായിരുന്നു ആ കപ്പല്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കപ്പല് പിന്നെ എന്റെ പിന്നാലെ വേറെ രാജാവ് വരുന്നുണ്ടായിരുന്നു ആ കപ്പലിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കപ്പല് ഓട്ടയാക്കി കളഞ്ഞപ്പോൾ കപ്പൽ കേടുവന്ന കപ്പലാണെന്ന് വിചാരിച്ചിട്ട് ആ രാജാവ് ആ കപ്പലിനെ ഉപേക്ഷിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതായത് ദരിദ്രന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമായിരുന്നു എന്ത്, അവർക്ക് അത് കേടുവരുത്തി കൊടുത്തു എന്നുള്ളത്. ഓക്കെ. രണ്ടാമത്തെ, എന്നാൽ ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു, എന്നാൽ അവൻ അവരെ അതിക്രമത്തിലും അവിശ്വാസത്തിലും നിർബന്ധിതരാക്കി തീർക്കുമെന്ന് നാം ഭയപ്പെട്ടു. അടുത്തത് എന്താണ്, ബാലനായിട്ടുള്ള ആ ബാലന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്തായിരുന്നു, സത്യവിശ്വാസികളായിരുന്നു. എന്നാൽ ബാലൻ എന്താവും,
എന്തായി തീരാനാണ് സാധ്യത? അവന് അവിശ്വാസിയായി തീരുകയും പിന്നീട് ആ മാതാപിതാക്കൾക്ക് പ്രയാസം ഉണ്ടാക്കും. അതായത് മാതാപിതാക്കളെ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാന് അവന് നിർബന്ധിക്കും എന്നുള്ളത് ഭയപ്പെട്ടത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബാലനെ കൊന്നു കളഞ്ഞതാണ്. അതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി അതിനേക്കാളും നല്ലൊരു കുട്ടിയെ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. അപ്പൊ അവിടെ ആ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നത്. മറ്റേത് എന്ത്, ദരിദ്രന്മാരായ ആ യാത്രക്കാർക്ക് അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നത്. അതിനാൽ അവർക്ക് അവരുടെ രക്ഷിതാവ് അവനേക്കാൾ സ്വഭാവശുദ്ധിയിൽ മെച്ചപ്പെട്ടവനും കാരുണ്യത്താൽ കൂടുതൽ അനുഭവമുള്ളവനുമായ ഒരു സന്താനത്തെ പകരം നൽകണം എന്നും നാം ആഗ്രഹിച്ചു. ആ മതിലാകണമെങ്കിലോ അത് ആ പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. അത് അതിനു ചുവട്ടിൽ അവർക്കായുള്ള ഒരു നിധി ഉണ്ടായിരുന്നു. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അതിനാൽ അവർ ഇരുവരും യൗവനം പ്രാപിക്കുകയും എന്നിട്ട് അവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം എന്ന നിലയിൽ അത്ര അത് അതൊന്നും എന്റെ അഭിപ്രായ പ്രകാരമല്ല ഞാൻ ചെയ്തത്. താങ്കൾക്ക് ഏത് കാര്യത്തിൽ ക്ഷമിക്കുവാൻ കഴിയാതിരുന്നുവോ അതിന്റെ പൊരുളാകുന്നു അത്. അതായത് മതില് എന്തായിരുന്നു, മതില് പൊളിഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെയാക്കാൻ കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ താഴെ ഒരു നിധി ഇരിക്കുന്നുണ്ട്. ആ നിധിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആള് പിന്നെ അയാളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചൊരു കാര്യമാണ്. അപ്പൊ ആ മക്കള് വലുതായി ആ സമയത്ത് അവര് അതെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതുവരെ അത് മറ്റൊരാളെ കാണിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം ആ മതില് പിന്നെ ഹിള്ളർ എന്നവര് ശരിയാക്കി കൊടുത്തതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. വരാൻ പോകുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തെ മുൻകൂട്ടി എടുത്തു വെച്ചതാണ്. ഓരോരുത്തരുടേതും പിന്നെ ദരിദ്രന്മാരായ ആളുകൾക്ക് ഉണ്ടായ ആ പ്രയാസം അത് പ്രയാസമായിരുന്നില്ല, വരാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദരിദ്രന്മാരായ ആളുകൾക്ക് അതിനേക്കാളും വലിയൊരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനെ കോട്ടയാക്കിക്കൊണ്ട് ഒരു ചെറിയ പ്രയാസത്തിലൂടെ അവരെ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിനെ നശിപ്പിച്ചതോട് കൂടിയിട്ട് ആ മാതാപിതാക്കൾക്ക് നല്ലൊരു മക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. മൂന്നാമത്തെ കാര്യം, പിന്നെ അനാഥരായ ആളുകൾക്ക് അവരുടെ പിതാവ് എടുത്തു വെച്ച സമ്പത്ത് അവർക്ക് കിട്ടുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായിക്കൊണ്ട് അവരുടെ മതിലിനെ ശരിയാക്കി കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത് മൂസ അലൈഹി ഇസ്ലാമിന്. അവർ നിന്നോട് അതിനുശേഷം അവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളതാണ്. ഒക്കെ ഈ 3 കഥയും പറഞ്ഞു തന്നത് എന്തിനാണ്? നമുക്ക് നമ്മുടെ കാര്യത്തില് നമ്മുടെ കാര്യത്തിലെ ഒരു ഹിക്മത്ത്, നമുക്ക് ഒരു കാര്യം ഒരു പ്രയാസം വരുമ്പോ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് നമ്മൾക്കും അറിയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വലിയൊരു അനുഗ്രഹം അവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലായത് കൊണ്ടാണ്. ഈവൻ ദരിദ്രന്മാരായ ആളുകൾക്ക് അവർക്ക് പിന്നിൽ രാജാവ് ആ കപ്പൽ പിടിച്ചെടുക്കാൻ വരുന്നുണ്ടെന്ന് അവർക്ക് അറിയില്ല. ഈവൻ പിന്നെ അവർക്ക് ആ ഒരു ഓട്ടയാക്കിയതിന്റെ കാരണം പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവര് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഴി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ മാതാപിതാക്കള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുഞ്ഞുങ്ങളെ നൽകാൻ വേണ്ടിയിട്ട് ആ പഴയതിനെ തിന്മയെ ഇല്ലാതാക്കി കളഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു കാര്യം അതുപോലെ തന്നെ നിധി ലഭിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കള് അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിധിയായിട്ട് എടുത്തു വെച്ച സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ സംഭവിക്കുന്ന ഹിക്മത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ് പല പ്രയാസങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രയാസങ്ങൾ, ഒരു സത്യവിശ്വാസിക്ക് പ്രയാസങ്ങളേ ആവാൻ പാടില്ല. അവനെപ്പോഴും അൽഹംദുലില്ലാ പറയണം എന്ന് പറഞ്ഞത് അതാണ്. കാരണം സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കഷ്ടപ്പെടുത്തൂല. അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്തോട് കൂടിയിട്ട് അവന്റെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അനുഗ്രഹമാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ കണ്ടെത്താന് പരിശ്രമിക്കുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പ്രയാസത്തിന്റെ കൂടെ തന്നെ ഒരു അനുഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രാവശ്യമാണ് അത് പറഞ്ഞത്. അതായത് ഒരു പ്രയാസം ഒരു സത്യവിശ്വാസിക്ക് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അവൻ അതിനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ 2 അനുഗ്രഹങ്ങളും കൊണ്ടാണ് ആ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കളയുക എന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമൽ ഉസ്രി യുസ്ര എന്ന് 2 പ്രാവശ്യം പറഞ്ഞത്, നല്ല ആയത്തായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്നുള്ളതാണ്. ഒരു പ്രയാസം പറഞ്ഞതിന് ശേഷം 2 അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് അറിയിക്കുകയാണെന്ന്. അത് സത്യമാണ് താനും. എനിക്കൊക്കെ എന്റെ ലൈഫില്, എന്റെ ജീവിതത്തില് ഒരു പ്രയാസം വന്ന അതിന് ശേഷം 2 അനുഗ്രഹങ്ങൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, മറ്റൊരാളോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള 2 അനുഗ്രഹങ്ങളുമായിട്ടാണ് എന്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തന്നിട്ടുള്ളത്. രണ്ടല്ല, അതിലപ്പുറം ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ 2 വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക തന്നെ വേണം. ഒരു പ്രയാസം വരുമ്പോൾ നമ്മള് അതിന് 2 അനുഗ്രഹത്തോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റി തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിൽ തന്നെ 83-ാമത്തെ ആയത്ത് മുതൽ വേറൊരു ഭാഗമാണ്. ഇതിൽ 4 കഥകളുണ്ട്. ആ 4 കഥകൾ, 5 കഥകളുണ്ട്. ആ 5 കഥകളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ഓക്കെ. 4 കഥകൾ പ്രത്യക്ഷമായിട്ടുള്ള 4 കഥകളാണ്. പിന്നെ ആദ്യം പറഞ്ഞത് ഗുഹാവാസികളെ കുറിച്ച്, പിന്നീട് പിന്നെ ഈ ഈ പിന്നെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യത്തിനെ കുറിച്ചിട്ട്, പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥയെക്കുറിച്ച്, ഇനി അതിനുശേഷം ദുൽഖർനൈനിനെ കുറിച്ച് പറയുകയാണ്. അവർ നിന്നോട് ദുൽഖർനൈനിനെ പറ്റി ചോദിക്കുന്നു, നീ പറയുക, അദ്ദേഹത്തെ പറ്റിയുള്ള വിവരം ഞാൻ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം. തീർച്ചയായും നാം അതിന് ഭൂമിയിൽ ഒരു സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിനുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമനത്തിനെത്തിയപ്പോൾ അതൊരു ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറിഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്ത് ഒരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തോട് നാം പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, ഒന്നുകിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം. അദ്ദേഹം ദുൽഖർനൈൻ പറഞ്ഞു, എന്നാൽ ആർ ആക്രമം പ്രവർത്തിച്ചുവോ അവനെ നാം ശിക്ഷിക്കുന്നതാണ്, പിന്നീട് അവൻ എന്റെ രക്ഷിതാവിങ്കിലേക്ക് മടക്കപ്പെടുന്നതും അപ്പോൾ അവൻ ഗുരുതരമായ ശിക്ഷ അവന് നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ ആർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവനാണ് പ്രതിഫലമായി ദിവിശിഷ്ടമായ സ്വർഗമുള്ളത്. അവരോട് നാം നിർദ്ദേശിക്കുന്നത് നമ്മുടെ കൽപ്പനയിൽ നിന്ന് എളുപ്പമുള്ളതായിരിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അതൊരു ജനതയുടെ മേൽ ഉദിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അതിന്റെ സൂര്യന്റെ മുമ്പിൽ അവർക്ക് നാം യാതൊരു മറയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്രകാരം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് പക്കലുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് താനും. പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം 2 പർവ്വത നിരകൾക്കിടയിൽ എത്തിയപ്പോൾ അവിടെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. പറയുന്നതൊന്നും മിക്കവാറും അവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല. അവർ പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, തീർച്ചയായും യാജൂജ് മാജൂജ് വിഭാഗങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാകുന്നു. ഞങ്ങൾക്കും അവർക്കുമിടയിൽ താങ്കൾ ഒരു മതിൽ കെട്ടി ഉണ്ടാക്കി തരണമെന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ താങ്കൾക്ക് ഒരു കരം നിശ്ചയിച്ചു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് അധീനപ്പെടുത്തി തന്നിട്ടുള്ളത് അധികാരവും ഐശ്വര്യവും നിങ്ങൾ നൽകുന്നതിനേക്കാൾ ഉത്തമമത്രേ. എന്നാൽ നിങ്ങളുടെ ശാരീരിക ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ബലവത്തായ ഒരു മതിൽ ഉണ്ടാക്കി തരാം. നിങ്ങൾ എനിക്ക് ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്നു തരൂ. അങ്ങനെ ആ 2 പർവ്വത പാർശ്വങ്ങളുടെ ഇട സമമാക്കി തീർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാറ്റൂതുക. അങ്ങനെ അത് പഴുപ്പിച്ച് തീ പോലെയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരുക്കിയ ചെമ്പ് കൊണ്ടുവന്നു തരൂ. ഞാനത് ഇതിന്മേൽ ഒഴിക്കട്ടെ. പിന്നീട് ആ മതിൽക്കെട്ട് കയറി മറിയുവാൻ അവർക്ക് യാജൂജ് മാജൂജിന് സാധിച്ചിട്ടില്ല. അതിന് തുളയുണ്ടാക്കുവാനും അവർക്ക് സാധിച്ചില്ല. അദ്ദേഹം ദുൽഖർനൈൻ പറഞ്ഞു, ഇതെന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമത്രേ. എന്നാൽ എന്റെ രക്ഷിതാവിന്റെ വാദത്തെ സമയം വന്നാൽ അവൻ അതിനെ തകർത്ത് നിരപ്പാക്കി കളയുന്നതാണ്. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു. അവരിൽ ചിലർ മറ്റു ചിലരുടെ മേൽ തിരമാലകൾ പോലെ കയറുന്ന രൂപത്തിൽ നാം വിട്ടേക്കുന്നതാണ്. കാഹളത്തിൽ ഊതപ്പെടുകയും അപ്പോൾ നാം അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അവിശ്വാസികൾക്ക് അന്നേ ദിവസം നാം നരകത്തെ ശരിയാവണ്ണം കാണിച്ചു കൊടുക്കുന്നതാണ്. എന്റെ സന്ദേശത്തിന്റെ മുമ്പിൽ ആരുടെ കണ്ണുകൾക്ക് മൂടി വീണു പോവുകയും അത് കേട്ട് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവോ അവരത്രേ അവിശ്വാസികൾ. ഈ ദുൽഖർനൈൻ എന്ന് പറയുന്നത് പിന്നെ ഒരു രാജാവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുൽഖർനൈൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് പല കഥകളും ഉണ്ട്. പക്ഷെ ശരിക്കും ദുൽഖർനൈനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു
കാര്യമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞു തന്നതല്ലാതെ. ഓക്കെ, അദ്ദേഹം യാജൂജ് മാജൂജ് എന്നുള്ള രണ്ട് സമൂഹങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എവിടെയോ ഒരു സ്ഥലത്ത് ഒരു മതിലിന്റെ പിന്നിലായിക്കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് ഈ ഈ കഥകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബികൾ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒക്കെ അവിശ്വാസികളും ചോദിക്കാറുണ്ടായിരുന്നു. അതായത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പ്രചുര പ്രചാരം ഉണ്ടായിരുന്ന ഒരുപാട് കഥകളെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിനെ പറ്റി അറിയുന്നു. അപ്പൊ അതേപോലെ ചോദിച്ചതാണ് ദുൽഖർനൈൻ എന്ന്. അവർ അന്നത്തെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്ന ഒരു പേരായിരുന്നു ദുൽഖർനൈൻ എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഇതിലെ ഇതാരാണ് എന്നുള്ളത്, ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതായിരുന്നു എന്നുള്ളതൊക്കെ എന്താണ് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് കൊമ്പുള്ള രാജാവ് എന്നുള്ളതും അതുപോലെ തന്നെ രണ്ട് തലമുറകളിലൂടെ കടന്നുപോയ രാജാവ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അള്ളാഹു ആലം എന്താണെന്നുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തിയാണെന്നും പറയുന്ന ആളുകളുണ്ട്. ഈ ഖുർആനിലെ പേരുകൾ വെച്ചിട്ടും ഖുർആനിലെ കഥകൾ വെച്ചിട്ടും അത് മാത്രമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് കണ്ടെത്തിയതിൽ ഒന്നാണ് എന്ത്, അലക്സാണ്ടർ ചക്രവർത്തി ആയിരുന്നു അതുള്ളത് എന്നാണ് അവര് പറയുന്നത്. അത് ക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പായിരുന്നു, 330 കൊല്ലങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രാജാവാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തെ ദര്യവേഷ് എന്നായിരുന്നു. അതായത് ദര്യവേഷ് എന്ന് പറഞ്ഞിട്ട് രാജാവിനെ അദ്ദേഹം കീഴ്പ്പെടുത്തി. അദ്ദേഹം ഇന്ത്യയിലും എല്ലാ രാജ്യങ്ങളിലും വന്നിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ആക്രമണം നടത്തിയിട്ട് അദ്ദേഹം രാജ്യങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ട് എന്നാണ്. ഈജിപ്തിൽ പോയിട്ടുണ്ട്, ഈജിപ്തിലും അദ്ദേഹം രാജ്യത്തെ പിടിച്ചടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ അലക്സാണ്ട്രിയ എന്ന പട്ടണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ രാജാവിനെ കുറിച്ചിട്ട്, അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് പറയുന്നത്. നമ്മളും പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ ലോകം മുഴുവനും കീഴടക്കിയ ഒരേ ഒരു രാജാവ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ വേറൊരു പേര് പറയുന്നത് ദുൽഖർനൈൻ എന്ന പേരിലുള്ളത് അറബി ഗോത്രത്തിൽപ്പെട്ട ഒരു അബു കർബ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒക്കെ, അദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു രാജാവായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ, ആഫ്രിക്കൻ വൻകര മുഴുവനും അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒക്കെ, ഇതൊക്കെ ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തില് ഒരു കുതിര എന്നുള്ള ഒരു വാഹനം മാത്രം വെച്ചുകൊണ്ട് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു രാജാവ് കടന്നു പോവുക എന്ന് പറയുമ്പം നമുക്കിത് ചിന്തിക്കാനും പോലും പറ്റുന്നില്ല അല്ലെ. നമ്മുടെ ഇന്നത്തെ ബുദ്ധി കൊണ്ടും നമ്മുടെ ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ കൊണ്ടും എത്രത്തോളം രാജ്യങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. എത്ര തന്നെ ആയാലും ഒന്നോ രണ്ടോ രാജ്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇന്ന് പോലും നമുക്ക് എയറിലൂടെ പോകാൻ വാഹനങ്ങൾ തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലൂടെ പോകാൻ വാഹനങ്ങൾ തന്നിട്ടുണ്ട്. കുതിരശക്തിയേക്കാളും വേഗതയുള്ള വാഹനങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റുന്ന പോലുമില്ല. എന്നിട്ട് ഇവര് ഈ പല പല രാജ്യങ്ങൾ സഞ്ചരിക്കുകയും പല പല രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുകയും പല പല രാജ്യങ്ങളെ അവര് അടക്കി ഭരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പേർഷ്യയെ കൂട്ടിച്ചേർത്ത് ഭരിച്ച ഒരു രാജാവിന്റെ പേരായിരുന്നു ദുൽഖർനൈൻ എന്നും പല ആളുകളും പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഈ ദുൽഖർനൈൻ എന്തായിരുന്നു, സത്യവിശ്വാസിയായിരുന്നു, നീതിമാനായിരുന്നു, സൽക്കർമ്മിയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന് വിചാരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദുൽഖർനൈൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നതും അങ്ങനെയാണ്. ഹേ ദുൽഖർനൈൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പ്രവാചകനായിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ആളുകള്, അതായത് ഈ ഒരു ഈ ഖുർആനിലെ ഓരോ കഥകളെ കൊണ്ട് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് പറയാനുള്ളത് ഇദ്ദേഹം ഒരു പ്രവാചകനായിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. ഓക്കെ,
അള്ളാഹു ആലം. എന്തായാലും ഇദ്ദേഹം പിന്നെ യാജൂജ് മാജൂജിനെ കണ്ടിട്ടുണ്ട്. അവര് ഒരു ഒരു മതിലിന്റെ പിന്നിലായിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സമുദായമാണ്. അവര് ഒരിക്കല് ഭൂമിയിലേക്ക്, അതായത് ആ മതിലിനെ തകർത്തുകൊണ്ട്, അതായത് ദുൽഖർണൈന് സ്ഥാപിച്ച ആ മതിലിനെ തകർത്തുകൊണ്ട് അവര് ഒരിക്കല് ഭൂമിയിലേക്ക് കടന്നു വരും. അവര് കടന്നു വരുന്നതിന് എങ്ങനെയാണ് പറഞ്ഞത്? അവര് ഒന്നായിട്ട് ഒരു കടലിൽ നിന്ന് തിരമാല കണക്കെയാണ് അവര് വരിക എന്നുള്ളതാണ്. അവര് അവരെ ഒരു ആദ്യം തന്നെ മുമ്പേ അവര് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മതിൽക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇരുമ്പിനെ ഉരുക്കിയിട്ട്, ലോഹത്തിനെ ഉരുക്കിയിട്ടാണ് ആ മതിലിനെ ശക്തിപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അതിനെ തകർക്കുക എന്ന് പറയുന്നത് അത്രയും ശക്തിയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അതിനെ തകർക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തകർക്കൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവര്, അതായത് അവരെ കുറിച്ച് പറയുന്നത് പിന്നെ ഈ കിഴക്കൻ രാജ്യങ്ങളുടെ അവിടെ എവിടെയോ ആണ് അത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു തരം അപരികൃഷിത ജനങ്ങളായിരുന്നു അവരെന്നാണ്. ഒരു കാടന്മാരായിട്ടുള്ള ആളുകളാണ് അവര് എന്നുള്ളതാണ്. അപ്പം വെയിലിലും അവർക്ക് വീടുകളും ഒന്നും ഇല്ലാത്തൊരു സമൂഹമായിരുന്നു എന്നാണ്. അവര് എവിടെയാണ് താമസിക്കുന്നത്? ഗുഹയിലോ അവിടെ എവിടെയായിരിക്കും താമസിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പുറത്തിറങ്ങി അവർ ജീവിതമാർഗങ്ങള് അന്വേഷിക്കുന്നത് ചൂടില്ലാത്ത സമയത്ത് മാത്രമേ അവർ പുറത്തിറങ്ങി അവര് പ്രാകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഒക്കെ, അപ്പൊ ഈ ഒരു ജനതയുടെ അടുത്ത് ചെന്നപ്പോഴുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അവർക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത ആളുകളായിരുന്നു. അവർ സംസാരിക്കുന്നതൊന്നും മനസ്സിലാവാത്ത ഒരു സമൂഹമായിരുന്നു അവര് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ യാജൂജ് മാജൂജ് അപ്പൊ ഇവരുടെ അടുത്ത് വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് വേറെ ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന ഒരു നമുക്കറിയാത്തൊരു സമൂഹമാണ്. അവര് എന്താണ്, അവരവിടെ ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിലേക്ക് അവർ കടന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, ആ കടന്നു വരുമ്പം അതിനെ തകർക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അന്ന് നമുക്ക് ഖിയാമത്ത് നാളായിരിക്കും അന്ന് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ദുആകളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാജൂജ് മാജൂജിനെതിരെ ദുആ ചെയ്യാന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഒരിക്കല് നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. എങ്ങനെയാണ്, എന്താണ് ഒന്നും നമുക്ക് അറിയില്ല. ഇത് കാലാന്തരത്തിൽ സമുദ്രജലം മലയടിക്കുന്നത് പോലെ ജനങ്ങൾ പരസ്പരം ആക്രമിച്ചും കുഴപ്പങ്ങളും കലഹങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സമൂഹം കൂടി ഈ ഒരു ജനങ്ങൾക്കിടയിലേക്ക് അവർ കടന്നു വരും എന്നുള്ളതാണ്. അപ്പൊ കാഹളം ഊതുന്ന സമയം വരുമ്പം ഇവരെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെല്ലാവരെയും മരിപ്പിക്കും. പിന്നീട് അവരെല്ലാവരും അള്ളാഹുവിന്റെ മുമ്പില് ഹാജരാക്കപ്പെടും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇത്രയും നമുക്ക് അറിയുള്ളൂ. നമുക്കറിയാത്തൊരു ഭാഗമാണത്. അതുപോലെ തന്നെ മസീഹ് ദജ്ജാല്, യാജൂജ് മാജൂജ്, ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. അള്ളാഹു അലം അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അത് സംഭവിക്കും എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ട്. എവിടെ നിന്നാണ് അവർ ഇറങ്ങി വരിക എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അവരെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയുള്ളൂ. അതും ഈ ദജ്ജാലും നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് സഹാബികളിൽ ഒരാള് ദജ്ജാലിനെ കണ്ടിട്ടുണ്ടെന്നും അവർ കടലിലൂടെ സഞ്ചരിക്കുമ്പം ദജ്ജാലിനെ കെട്ടിയിട്ടതായ രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതും ഒന്ന് പറഞ്ഞതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എവിടെയാണ്, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അത് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഉണ്ട്. അത് നമ്മള് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം നമ്മൾ ഖൈബിയായ ഒരു കാര്യമായത് കൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ,
എന്റെ സന്ദേശത്തിന് മുമ്പിൽ ആരുടെ കണ്ണുകൾക്ക് മൂടി വീണു പോകുകയും അത് കേട്ട് ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവോ അവരത്രേ അവിശ്വാസികൾ. എനിക്ക് പുറമെ എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. നബിയെ പറയുക, കർമ്മങ്ങളിൽ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ ജീവിതത്തിന്റെ താങ്കളുടെ പ്രയത്നം പിഴച്ചു പോയവരത്രേ അവർ വിചാരിച്ചിരിക്കുന്നത് തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അനുനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്രേ അവർ. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും സ്ഥാനവും നിലനിർത്തുകയില്ല. അതത്രേ അവർക്കുള്ള പ്രതിഫലം. അവിശ്വാസികൾക്കും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നരകം. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നൽകുവാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പായി സമുദ്രജലം തീർത്തു പോവുക തന്നെ ചെയ്യുമായിരുന്നു. അതിന് തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിൽ കൊണ്ടുവന്നാലും ശരി. നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധന നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തന്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഭൂമിയിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുകയും ചെയ്തിരിക്കുന്നുവോ അവരാണ് വിജയം വരിച്ചവർ. അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നുവോ അവരാണ് അവിശ്വാസികളൊക്കെ. ഇനി അടുത്തത് സൂറത്തുൽ മറിയമാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ മക്കയിൽ അവതരിച്ചതാണ് സൂറത്തുൽ മറിയം. മറിയം എന്ന് പറയുന്നത് പിന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവിന്റെ പേരാണ്. അപ്പം അത് പറയുമ്പോ തന്നെ അറിയാലോ, നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് അവിശ്വാസികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥയായിട്ടാണ് ഇതിനെയും ഇറക്കിയിട്ടുള്ളത്. അപ്പം നമ്മള് സൂറത്തുൽ കഹ്ഫ് പഠിച്ചതും അത് തന്നെയാണ്. സൂറത്തുൽ ഇസ്രാ പഠിച്ചതും അത് തന്നെയാണ്. കഥകളാണ്. സൂറത്തുൽ മറിയമും കഥയാണ്. ഒക്കെ അതില് പിന്നെ 98 ആയത്തുകളാണ് ഉള്ളത്. അതില് 99 ആണെന്ന് ചിലർ എണ്ണിയിട്ടുണ്ട്. അതായത് 58ാമത്തെ വചനങ്ങള് പിന്നെ 58ാമത്തെ വചനമായ സജദയുടെ ആയത്ത് മദനി കാലഘട്ടത്തിൽ, അതായത് മദീനയിൽ അവതരിച്ച സുജൂദിന്റെ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളാണ് മക്കി കാലഘട്ടത്തിൽ അവതരിച്ചത്. അപ്പൊ ഇതിനർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ അടുക്കി വെച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയങ്ങളിലായിട്ട് ഇറക്കി കൊടുത്ത ആയത്തുകളെ പരിപൂർണമായിട്ടും അതിനെ ക്രോഡീകരിച്ചു വെച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാതും ഒരേ രീതിയിൽ ഇറങ്ങിയ ഒരു സൂറത്തുകളല്ല അല്ല ആയത്തുകളൊന്നും. പലതും പല സമയങ്ങളിലായിട്ട് ഇറങ്ങിയിട്ട് അതിനെ ഒരുമിച്ച് ചേർത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كاف يا കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇത് 5 കേവലാക്ഷരങ്ങളാണ്. ഇതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. നിന്റെ രക്ഷിതാവ് തന്റെ ദാസനായ സക്രിയക്ക് ചെയ്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരണമത്രേ ഇത്. ഓക്കെ. അതായത് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ പതുക്കെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവെ, എന്റെ എല്ലുകൾ ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു, തലയാകട്ടെ നരച്ചു തിളങ്ങിയിരിക്കുന്നു. എന്റെ രക്ഷിതാവെ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. എനിക്ക് പുറകെ വരാനുള്ള ബന്ധുമിത്രാദികളെ പറ്റി എനിക്ക് ഭയമാകുന്നു. എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാകുന്നു. അതിനാൽ നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് ഒരു ബന്ധുവെ അവകാശിയായി നൽകണമേ. എനിക്ക് അവൻ അനന്തരാവകാശിയായിരിക്കും. യാക്കോബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും. എന്റെ രക്ഷിതാവെ, അവനെ നീ ഏവർക്കും തൃപ്തിപ്പെട്ടാനാക്കുകയും ചെയ്യണമേ. ഹേ സക്കരിയ, തീർച്ചയായും നിനക്ക് നാം ഒരു ആൺകുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ യഹ്യ എന്നാകുന്നു. മുമ്പ് നാം ആരെയും അവന്റെ പേര് ഉള്ളവരാക്കിയിട്ടില്ല. സക്കരിയ നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാണ്. എനിക്ക് പിന്നെ പ്രായമായിട്ടുണ്ട് അള്ളാഹു, അതുകൊണ്ട് എനിക്ക് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അനന്തരാവകാശിയെ നൽകണം. കാരണം എനിക്ക് മക്കളില്ല. കാരണം എനിക്ക് ശേഷം വരുന്ന തലമുറകള് പിന്നെ തലമുറകള് അവരെ എന്താണ് യാക്കോബ് കുടുംബത്തിന് അനന്തരാവകാശിയായിട്ട് വെക്കണം. അതായത് സക്കരിയ അലൈഹി ഇസ്ലാം നബിയായിരുന്നു.
അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ആ നബി സ്ഥാനം പണ്ട് കാലങ്ങളിൽ നബിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന അവരുടെ മക്കൾ തന്നെയായിരുന്നു അടുത്ത നബിയായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായിട്ട് ഒരു നബിയെ നൽകണം എന്നുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ദുആ ചെയ്തത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും ഹൈറായത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകിൽ അതിനെ നീട്ടിവെക്കും, ചോദിച്ചത് നമുക്ക് അതേപോലെ തന്നെ ആക്കിയിട്ട് പിന്നീടും നൽകും. അല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും ഉത്തമമായത് നൽകും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തന്നെ നൽകും. അതായത് നമ്മൾ ചോദിച്ചത് എന്താണോ അത് അതേപോലെ നൽകുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഉത്തമമായത് നൽകുക. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നീട്ടിവെക്കുക. നീട്ടിവെക്കുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? അത് പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിട്ട് മാറും. ഈ 3 രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവരാണ് എന്നാണ്. അതായത് നമ്മൾ ദുആ ചെയ്തിട്ട് അത് നൽകാതിരിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമ്മൾ ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു തിന്മയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ തിന്മ നമ്മൾ വിട്ടുമാറാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും നന്മയിലായിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ഒരിക്കലും തിന്മയിലായി നിന്നുകൊണ്ട്, മനസ്സ് തിന്മയിലായിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരം തിന്മയിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ഇറക്കൂല. രണ്ടാമത്തെ കാര്യം, നമുക്കത് നൽകണമെന്ന് നമുക്ക് ആ ചോദിച്ചത് തന്നെ നൽകാം, അല്ലെങ്കിൽ അതിനേക്കാളും ഹയറായിട്ടുള്ളത് നൽകാം, അല്ലെങ്കിൽ അതിനേക്കാളും ഉത്തമമായത് പരലോകത്തേക്കാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കാം. ഇതില് പിന്നെ സക്കരിയ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അതിനേക്കാളും ഉത്തമമായിട്ട് നൽകുകയും ചെയ്തത്. ചോദിച്ചത് എന്താണ്? ഒരു അനന്തരാവകാശിനെ നൽകണം, എനിക്ക് പ്രായമായിട്ട് മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, അള്ളാഹുവെ എനിക്ക് മറ്റൊരു നബിയായിട്ട് പിന്നെ പിന്നെ യാക്കൂബ് സമൂഹത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ നബിയെ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞൊരു സമയമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ചോദിച്ചതിനേക്കാൾ ഹൈറായത് നൽകുകയാണ്. എന്താണ്? ഒരു പിന്നെ കുഞ്ഞിനെ നൽകുകയാണ്, ആൺകുട്ടിയെ നിനക്ക് നൽകുകയാണ്. ആ കുഞ്ഞിന് എന്താണ് പേര്? യഹിയ എന്നാണ് പേര് നൽകേണ്ടത്. ആ പേരുള്ള ഒരു ഒരാളും ദുനിയാവിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതായത് പുതിയൊരു നാമം പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ പേരിൽ വിളിക്കാൻ കൽപ്പിക്കുകയാണ്. ഓക്കെ. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും? ചോദ്യം ചെയ്യണം അള്ളാഹുവിനോട്. എന്റെ ഭാര്യ ബന്ദിയാകുന്നു. എന്റെ ഭാര്യ കുട്ടികൾ ഉണ്ടാവാത്തൊരു സ്ത്രീ ആയി കഴിഞ്ഞിട്ടുണ്ട്, വയസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിലോ വാർദ്ധക്യത്താൽ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലെത്തിയിരിക്കുന്നു. അതായത് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, അത്രയും പ്രായമായി കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞത് എന്താണോ അത് അങ്ങനെ തന്നെ സംഭവിക്കും. മുമ്പ് നീ അതൊന്നുമില്ലാതിരുന്നപ്പോൾ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യം മാത്രമാണ് എന്ന് നിന്റെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം സക്കരിയ പറഞ്ഞു, നീ എനിക്കൊരു ദൃഷ്ടാന്തം ഏർപ്പെടുത്തി തരണമേ. അവൻ അള്ളാഹു പറഞ്ഞു, നിനക്കുള്ള ദൃഷ്ടാന്തം വൈകല്യമൊന്നുമില്ലാത്തവനായിരിക്കെ തന്നെ ജനങ്ങളോട് 3 രാത്രി ദിവസം നീ സംസാരിക്കാതിരിക്കലാകുന്നു. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിന്നെ എങ്ങനെയാണോ ഞാൻ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എനിക്ക് സൃഷ്ടിപ്പ് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞാൽ അത് കുഞ്ഞുണ്ടാവുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് നീ പഠിക്കേണ്ടതുള്ളൂ. അത് നിനക്ക് അത് സംഭവിക്കും എന്നുള്ളതിന് പിന്നെ അടയാളം എന്താണ്? നീ 3 ദിവസം ആളുകളോട് സംസാരിക്കാതിരിക്കുന്ന അവസ്ഥയിലായിട്ട് മാറാൻ പോവുകയാണ് എന്ന്. അതായത് ഒന്നുകിൽ അദ്ദേഹം ഒന്നും സംസാരിക്കരുത് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ 3 ദിവസം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കഴിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയെന്ന് അവരോട് ആംഗ്യം കാണിച്ചു. അതിനുശേഷം അദ്ദേഹം ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജനങ്ങളോട് ആംഗ്യ ഭാഷയിൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചു എന്നുള്ളതാണ്. യഹ്യ വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചു കൊള്ളുക എന്ന് നാം പറഞ്ഞു. കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം ജ്ഞാനം നൽകുകയും ചെയ്തു. അതായത് യഹ്യ അലൈഹി ഇസ്ലാം സൃഷ്ടിച്ചു. അതായത് അള്ളാഹു അദ്ദേഹത്തെ പിന്നെ സക്കരിയ നബിക്ക് മകനായിട്ട് നൽകി. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വേദഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും പരിശുദ്ധിയും നൽകി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളവനായിരുന്നു. അദ്ദേഹത്തിന് നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി, അതായത് സൽസ്വഭാവത്തിൽ നൽകി അനുകമ്പയുള്ളവനാക്കി നിർവഴിക്ക് മാത്രം നടക്കുന്ന ആളായിട്ട് മാറ്റി അദ്ദേഹം ധർമ്മനിഷ്ഠ ഉള്ളവനുമായിരുന്നു എന്നാണ്. തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു.
നന്മ അദ്ദേഹത്തിന് ആ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള കാരുണ്യവും ഇറക്കി കൊടുത്തു. നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല. അപ്പൊ ഈ സ്വഭാവങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഫിത്രത്താണ്. നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വഭാവ ഗുണങ്ങളുണ്ട്, സ്വഭാവ വിശേഷങ്ങളുണ്ട്, അതേപോലെ തന്നെ തിന്മകളുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇട്ടു തരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിൽ നിന്ന് നന്മയും തിന്മയും നമ്മൾ തന്നെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നബിമാർക്കും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താ കൊടുത്തത്? അവർക്ക് നല്ല സ്വഭാവത്തെ കൊടുത്തിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നബിമാരാക്കിയത് എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അദ്ദേഹത്തിന് സമാധാനമായിട്ട്. അദ്ദേഹത്തിന് എപ്പോഴും സമാധാനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ജനിച്ചപ്പോഴും മരിക്കുമ്പോഴും അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. സലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അസ്സലാമു അലൈക്കും എന്ന ഒരാളോട് പറയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, സലാം എന്നുള്ള വാക്ക് നമ്മള് നമ്മൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വേദഗ്രന്ഥത്തിൽ മറിയമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക, അവൾ അവന്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം. ഇനി മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. അസ്ലാത്ത് മറിയം മറിയം ബീവി ശരിക്കും അവർക്ക് അവരുടെ ശരീരം ഒരു പുരുഷന് തൊട്ടിട്ടില്ല. പുരുഷന് തൊടാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്കൊന്നും ചിന്തിക്കാനും കൂടി പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും, ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഭർത്താവില്ലാതെ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അതിനെ ആളുകൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കുക അല്ലെ. അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ എന്തായിരിക്കും ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അവര് അന്ന് അനുഭവിച്ച പ്രയാസം, ജനങ്ങളെ മുന്നിൽ അപമാനിക്കപ്പെട്ടതും ജനങ്ങളുടെ മുന്നിൽ പ്രയാസപ്പെട്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് അവര് ക്ഷമ കൈക്കൊണ്ടവരായിട്ടാണ് അവര് ആ ബാലനെ, ആ കുഞ്ഞിനെ വളർത്തിയത്. അതായത് ഈസാ അലൈഹി ഇസ്ലാമിന്. ആ കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 16-ാമത്തെ ആയത്ത് മുതലേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിലൂടെ ഓരോ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോഴും ജാഹിലിയത്തിലാണ്, അതായത് അജ്ഞതയുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. പല ആളുകൾക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പം അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പരാതി പറഞ്ഞുകൊണ്ടും കരഞ്ഞുകൊണ്ടും പ്രശ്നത്തെ പർവ്വതീകരിച്ചുകൊണ്ടും ജനങ്ങളോട് ഇങ്ങനെ അവനവന്റെ പ്രശ്നത്തെ ഒളിച്ചു പറഞ്ഞുകൊണ്ടും നടക്കുന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. സത്യവിശ്വാസികളാണെന്ന് പറയുന്നവർ തന്നെ നമുക്ക് വരുന്ന പ്രയാസങ്ങളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഹിക്മത്താണത് എന്നുള്ളത് നമുക്ക് പോലും പലപ്പോഴും പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു പ്രയാസം പെട്ടെന്ന് കടന്നു വരുമ്പോൾ നമ്മൾ പോലും ഷെയ്ക്കായി പോകുന്നു അല്ലെ. നമ്മൾ പോലും പെട്ടെന്ന് ഒരു വിറയൽ വരുന്നു, പെട്ടെന്നൊരു പേടി വരുന്നു. നമ്മൾ ദീന് പഠിക്കുകയാണ്, ഖുർആൻ പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ പോലും അതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങൾ ശരിക്കും സത്യവിശ്വാസിക്ക് പ്രയാസമായിട്ടാണ് തരിക? നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ അതൊരു പ്രയാസമല്ല, എവിടെയോ ഒരു അനുഗ്രഹത്തിന്റെ മുന്നോടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സബബാണ് ആ പ്രയാസം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പ്രയാസങ്ങൾ സത്യവിശ്വാസികൾക്ക് ഒരിക്കലും പ്രയാസമല്ല. അത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല ഇന്ന് പ്രയാസം ബാധിച്ചു എന്നുള്ളത്. കാരണം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ വെച്ചിട്ടുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സബബാണത്. ആ സബബിന് നമ്മൾ നമ്മൾ കടന്നു പോയിട്ടല്ലാതെ ആ അനുഗ്രഹത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസത്തെ നമ്മൾ ആ ഒരു സബബായിട്ട് കാണുക. സബബ് എന്നാണ് ആ ഒരു കാരണം. ഈ കാരണം ഇല്ലാതെ എനിക്കത് കിട്ടൂല. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി നഷ്ടപ്പെട്ടത് ഒരു സബബാണ്, ഒരു കാരണമാണ്. എന്തിനു വേണ്ടിയിട്ട്? വേറൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് വെച്ചിട്ടുള്ള അനുഗ്രഹമാണ്.
അപ്പൊ ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ അനുഗ്രഹത്തെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നാൽ ഈ ഒരു സബബില്, ഈ ഒരു കാരണത്തിൽ നമ്മൾ വീണു പോയാൽ നമുക്ക് എനിക്ക് ജോലി പോയി, എനിക്ക് ജോലി പോയി, എനിക്ക് ജോലി പോയി, ഈ ഒരു പ്രയാസത്തിൽ നമ്മൾ വീണ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അനുഗ്രഹത്തെ നമുക്ക് കണ്ടെത്താനും പറ്റില്ല. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്താ, എന്റെ ബോസിനെ ഒഴിവാക്കിയതും എന്റെ പിന്നെ കൊളീഗ്സ് അല്ലെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്നെ പിന്നെ കളവാക്കിയതും അല്ലെങ്കിൽ എന്നെ ചതിച്ചതും ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, മനുഷ്യന്റെ ഒരു അറിവില്ലായ്മയുടെ ആഴം എത്രത്തോളമാണെന്ന്. അവനക്ക് ശരിക്കും അത് സബബായിരുന്നു. അവന് ആരും പറ്റിച്ചതും ചതിച്ചതും ഒന്നല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു സത്യവിശ്വാസിയെ ഒരു പ്രയാസവും ബാധിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരാളും ഒരു സത്യവിശ്വാസിയുടെ മുകളിൽ വന്നിട്ട് ഭരിക്കൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരു സബബാക്കി വെച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ സ്വഭാവത്തില് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നന്മയിൽ നമ്മൾ ജീവിക്കുക. പലരും പറയും പിന്നെ നീ പ്രൊആക്റ്റീവ് ആവാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നീ പിന്നെ അവന് അത് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഒന്നും കൂടി ഇതാക്കി കൂടായിരുന്നു, ഒന്നും കൂടി പിന്നെ അവനക്കെതിരെ ഇതാക്കിയാൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ അപ്പുറത്തേക്ക് അവന് കടക്കാതിരിക്കുന്നത് തന്നെയാണെന്നല്ല, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ ഫിത്രത്തിൽ ഇട്ട് തന്ന ഒരു നന്മയുണ്ട്. ആ നന്മയിൽ അവൻ നിൽക്കുക. അവന് ചിലപ്പം മറ്റുള്ളവർ ചതിച്ചായിട്ട് തോന്നാം, അല്ലെങ്കിൽ മറ്റവൻക്ക് പിന്നെ കുറച്ചും കൂടി വിളവത്തരം ഉള്ളതുകൊണ്ട് അവന് നമ്മളെ നമ്മളെ പിന്നെ തോൽപ്പിച്ചതായിട്ട് തോന്നാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒന്നും സംഭവിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ സത്യവിശ്വാസിയുടെ ലജ്ജ എന്ന് പറയുന്ന ആ ഒരു ഫിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ട് ചെയ്ത് വെച്ചത് തന്നെയാണ്. അപ്പൊ അവന്റെ സ്വഭാവം അത് മാറ്റിമറിക്കുക, അല്ലെങ്കിൽ അവനവിടെ കളവ് ചെയ്യുകയോ അവനവിടെ പിന്നെ ആളുകളുടെ മുകളിൽ കയറിയിട്ട് പിന്നെ പലതും ഉണ്ടാക്കി തീർക്കുക ഒന്നും ചെയ്യേണ്ടതില്ല. അവന്റെ സ്വഭാവവും ഫിത്രത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, നീ എനിക്ക് നൽകിയ സ്വഭാവത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത്. അതിന്റെ മുകളിൽ ആളുകൾ വന്ന് എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അത് അനുവദിച്ചു കൊടുത്തിട്ടാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഒരാൾ നമ്മളെ മുകളിൽ കയറിയിട്ട് നമ്മളെ പിന്നെ അപമാനിക്കുന്നതും നമ്മളെ ചീത്തയാക്കുന്നതും നമ്മളെ പിന്നെ ആളുകളെ മുന്നിൽ പിന്നെ കളവാക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അതിന്റെ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു നിശ്ചയമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂസ അലൈഹി ഇസ്ലാമിന് ഹില്ലർ എന്നിവർ പറഞ്ഞു കൊടുത്തതുപോലെ അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ആ ഹിക്മത്ത് വരും എന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സത്യവിശ്വാസി ജീവിക്കുക. അവർക്ക് ആ ഒരു ഹിക്മത്ത് തുറന്നു വരിക തന്നെ ചെയ്യും. അതുവരെയുള്ള ഒരു സമയം, ആ സമയം നമ്മൾ നിലനിർത്തണം. ആ സമയം നമ്മൾ കാത്തു നിൽക്കണം. നമ്മൾ കരുതേണ്ട എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തെ ഒരുക്കാൻ പോവുകയാണ്, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്ഷമയോട് കൂടിയിട്ട് അത് നന്മയിലായിക്കൊണ്ട്, അത് ചിലപ്പോൾ നമുക്കൊരു ഒരു സമയം ദൂരം ഉണ്ടാവും. അപ്പൊ അതുവരെ നമ്മൾ ക്ഷമയോട് കൂടി നിൽക്കുക. അതിന്റെ ഒരു ക്ഷമ കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമുക്ക് വഴി തുറക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല സമാധാനമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കണ്ടറിയാനും പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. الحمد لله الحمد لله الحمد لله رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من لدنك ذرية طيبة انك سميع دعاء. يا غني الله غنني بفضلك من سواك. ربي انزلني منزلا مباركا انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. ربي انزلني منزلا مباركا انت خير المنزلين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. ربي ان لما انزلت لي من خير فقير. سبحان الله الحمد لله لا اله الا الله الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. യാ ഗനിയായ വഹാബായ റസാഖായ അല്ലാഹു റാസിഖായ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അല്ലാഹുവേ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉന്നതമായ പദവികൾ ലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കണമേ.
അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കുകയും അള്ളാഹുവെ ഞങ്ങൾക്കും അവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർക്ക് അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ നീ ആ സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ. യാ റഹ്മാൻ അള്ളാഹുവെ മസീഹ് ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു യാജൂജ് മാജൂജ് സമൂഹങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും നീ കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ അള്ളാഹു അദൽ ജലാൽ ഇക്രാമായ അള്ളാഹു ഗനിയായ ഫത്താഹ വഹാബായ റസാഹ് ആയ അള്ളാഹു ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ വിശാലത നൽകുകയും അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതി പരമ്പരകളിലും ഞങ്ങളുടെ മാതാപിതാക്കൾക്കുള്ളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഞങ്ങൾക്ക് ആയുസ് ആരോഗ്യം നൽകുകയും അത് നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ ഈ റമദാൻ മാസം അള്ളാഹുയും പരിപൂർണമായി വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അള്ളാഹുയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും തിന്മകളും അള്ളാഹുയെ പരിപൂർണമായി മായ്ച്ചു തരികയും അള്ളാഹുയെ ഉത്തമരായ ഉന്നതരായ നിന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹുയെ ലോകത്തും പരലോകത്തും വിജയം വരിച്ചവരായി നീ അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാം. വലൈക്കും അസ്സലാം